അമേരിക്കയിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനെ അടച്ചുപൂട്ടാൻ ലക്ഷ്യമിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. പ്രചാരണ പരിപാടിയിൽ ട്രംപിന്റെ പ്രധാന വാഗ്ദാനമായിരുന്നുവെങ്കിലും ഡെമോക്രാറ്റുകൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചതോടെ ബിൽ ക്യാബിനറ്റിൽ എത്തുമ്പോൾ ട്രംപിന് വെല്ലുവിളിയായേക്കും. ആയിഷത്തുൽ ഷംന ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഷംന, രാഷ്ട്രീയം എങ്ങനെയാണ് വിഷയത്തിൽ? ആര്യ, നേരത്തെ തന്നെ പ്രചാരണ വേളകളിൽ ട്രംപ് എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്തരം കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടുമെന്നുള്ളത്. പക്ഷേ അത് തന്നെയാണ് ഇപ്പോൾ ട്രംപ് നടപ്പിലാക്കുന്നതും. പക്ഷേ ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 60 പേരുടെ പിന്തുണ വേണം, 60 വോട്ടുകൾ വേണം ട്രംപിന് ഈ നിയമം പാസ്സാക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ളത് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളത് 53 പേരുടെ പിന്തുണ മാത്രമാണ്. ഇനി 7 ഡെമോക്രാറ്റുകളുടെ പിന്തുണ കൂടി കിട്ടിയാൽ മാത്രമേ ഇത് നിയമമായി പാസ്സാക്കാൻ ട്രംപിന് കഴിയുകയുള്ളൂ. പ്രധാനമായും ട്രംപ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കായിരിക്കണം. പിന്നെ നേരത്തെ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് അവർ നൽകിയിരുന്ന സ്കോളർഷിപ്പുകൾ, മറ്റ് പദ്ധതികൾ, ഇതൊക്കെ യുവാക്കളെ പല രീതിയിൽ പ്രലോഭിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. പകരം അതെല്ലാം നിർത്തലാക്കി പൂർണ്ണമായും ഒരു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എന്തൊക്കെ വേണോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അധികാരവും സംസ്ഥാനങ്ങൾക്ക് മാത്രമായിരിക്കണം. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമായും ഈ നിയമം കൊണ്ടുവരാൻ ട്രംപ് മുന്നിട്ടിറങ്ങുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ സ്കോളർഷിപ്പുകളുടെ കാര്യത്തിലടക്കം കൂടുതലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ജോർജിയ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയപരമായി തന്നെ കൂടുതൽ ചർച്ചകളിലേക്ക് നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 7 പേരുടെ പിന്തുണ, 7 ഡെമോക്രാറ്റുകളുടെ പിന്തുണ കൂടി ലഭിച്ചാൽ മാത്രമേ ഈ ട്രംപിന്റെ ഈ നീക്കം അത് സാധ്യമാവുകയുള്ളൂ എന്നത് തീർച്ചയാണ്. ആര്യ.